കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷം. ആശുപത്രിയിലെ ന്യായവില സ്റ്റോറിലും മരുന്ന് കിട്ടാനില്ല. സർജിക്കൽ ഉൽപ്പന്നങ്ങളും തീർന്നിട്ടുണ്ട്. മരുന്ന് വിതരണം നിർത്തിയിട്ട് 6 ദിവസം പിന്നിട്ടു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരാഴ്ചയായി മരുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടി തന്നെയാണ്. അവിടെ മെഡിക്കൽ കോളേജിൽ നിന്നും മരുന്ന് ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും പുറത്തു നിന്നും ഇരട്ടി വിലയ്ക്ക് മരുന്ന് വാങ്ങേണ്ട സാഹചര്യം, പ്രത്യേകിച്ചും അടിയന്തര ശസ്ത്രക്രിയ അടക്കമുള്ള നടപടികളിലേക്ക് ഉള്ള ഉപകരണങ്ങളടക്കം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. സർജിക്കൽ ഉൽപ്പന്നങ്ങളും അവിടെ ലഭിക്കാതെ വരുന്നു. ആ ഉൽപ്പന്നങ്ങളും അവിടെ വിൽപ്പനയ്ക്ക് ലഭിക്കുന്നില്ല. മരുന്ന് വിതരണം നിർത്തിയിട്ട് 6 ദിവസം പിന്നിട്ടിട്ടും ഈ ആരോഗ്യവകുപ്പ് തിരിഞ്ഞു നോക്കുന്നതേ ഇല്ല. അങ്ങനെ തന്നെയല്ലേ അനഘ ഹർഷൻ? തീർച്ചയായും കഴിഞ്ഞ 6 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിർത്തി മരുന്ന് വിതരണക്കാർ അറിയിപ്പ് അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ അടക്കം സംഘടിപ്പിച്ചിട്ടും ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ ആശുപത്രിയിലെ അധികൃതരുടെ ഭാഗത്തു നിന്നോ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ്. നമ്മൾ ആശുപത്രിയിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ആശുപത്രി ന്യായവില കൗണ്ടറിൽ നിന്ന് മരുന്ന് ലഭിക്കാതെ നിരാശയോടെ മടങ്ങുന്ന രോഗികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നിരവധി രോഗികളാണ് അവിടെ നിന്ന് തങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ ഇല്ലാത്തത് മൂലം പുറത്തുനിന്ന് വലിയ വില കൊടുത്താണ് ഇത്തരത്തിൽ രോഗികൾ മരുന്ന് വാങ്ങേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. ഇന്നത്തോടെ ആശുപത്രിയിലെ സർജിക്കൽ ഉപകരണങ്ങളും മിക്കവയും തീർന്നു എന്നൊരു വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ പുറത്തുള്ള മരുന്ന് കമ്പനികളെ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളെ, മെഡിക്കൽ ഉടമകളെയൊക്കെ തന്നെ സഹായിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. ഇത്രയധികം ഗുരുതര ആരോപണങ്ങളും ആശുപത്രിയിൽ എത്തുന്നവർക്കും പ്രതിസന്ധി നേരിടുമ്പോഴൊക്കെ പോലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നോ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ പ്രതികരണവും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ദിവസേന 3000-ലധികം രോഗികൾ എത്തുന്ന സാധാരണക്കാർക്ക് ഏറ്റവും ആശ്രയമായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിലാണ് ഇത്ര വലിയൊരു ഉണ്ടായിരിക്കുന്നത്. മരുന്ന് ക്ഷാമം അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ആശുപത്രിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്നിട്ട് പോലും ആശുപത്രിയുടെ ഇതൊക്കെ പരിഹരിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറെ സങ്കടം. ഇനിയും ഈ സ്ഥിതി തുടർന്നാൽ അത് ആശുപത്രിയിൽ എത്തുന്ന സാധാരണക്കാരെയായിരിക്കും, അവരുടെ ജീവിതത്തെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ ഈ മരുന്ന് ലഭിക്കാതെ വന്നതോടുകൂടി ഈ രോഗികൾ എല്ലാവരും പുറത്തുനിന്ന് ഇരട്ടി വിലയ്ക്ക് മരുന്ന് വാങ്ങുകയാണോ? ഈ ആശുപത്രിയിൽ പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടേതടക്കമുള്ള അല്ലെങ്കിൽ HDC കമ്മിറ്റിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ പ്രതിഷേധങ്ങളൊന്നും അവിടെ ഉയർന്നു വരുന്നില്ലേ അനഘ? നിലവിൽ BJP അടക്കമുള്ള നിരവധി പാർട്ടികളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കൃത്യമായ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട് ആശുപത്രി പരിസരത്തൊക്കെ തന്നെ. പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ പോലും യാതൊരുവിധ നടപടിയും മറ്റുള്ള ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നോ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നതാണ്. അതിൽ ഏറ്റവും സങ്കടകരം, മരുന്ന് വിതരണം നിർത്തിയത് 90 കോടിയോളം രൂപ കുടിശ്ശിക നൽകാനുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഈ മരുന്ന് വിതരണക്കാർ ഏറ്റവും ഒടുവിൽ അവർക്ക് പറഞ്ഞു മടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തങ്ങൾക്ക് കിട്ടാനുള്ള തുക എങ്കിലും തരൂ എന്ന് അപേക്ഷിച്ചതിനൊടുവിലാണ് അവർ മരുന്ന് വിതരണം നിർത്തിയത്. എന്നിട്ട് പോലും ഈ 6 ദിവസം കഴിഞ്ഞിട്ട് പോലും അവരെ ചർച്ചയ്ക്ക് വിളിക്കാനോ കാര്യമായി കൃത്യമായി സംസാരിക്കാനുള്ള ഒരു നടപടിയും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ്. എന്തായാലും തങ്ങൾക്ക് കിട്ടാനുള്ള ആ 90 കോടിയോളം രൂപ കിട്ടിയാൽ മാത്രമേ ഇനി ആശുപത്രിയിലേക്ക് മരുന്ന് വിതരണം നടത്തൂ എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഈ മരുന്ന് വിതരണക്കാർ. പക്ഷെ അവരുമായി പോലും ചർച്ച നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കാനോ പോലും ആരോഗ്യ വകുപ്പോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരോ തയ്യാറായിട്ടില്ല എന്നതാണ്. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഈ മെഡിക്കൽ കോളേജിനെതിരെ ഉയരുകയാണ്. ചികിത്സാ പിഴവടക്കമുള്ള ആരോപണങ്ങൾ ദിനം പ്രതി ആശുപത്രിക്കെതിരെ ഉയരുമ്പോൾ പോലും ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ആശുപത്രിയിലെ രോഗിയുടെ കൂട്ടിരിപ്പുകാരെ കൊണ്ട് രോഗിക്ക് ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതി പോലും ആശുപത്രിയിൽ ഉണ്ട് എന്നൊരു ഗുരുതര വെളിപ്പെടുത്തലാണ് ആശുപത്രിയിൽ നിലവിലുള്ള ഒരു രോഗിയുടെ
ഒപ്പം നിൽക്കുന്ന ആൾ പോലും നമ്മോട് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ ആശുപത്രിയിൽ വേണ്ട രോഗികളില്ല, മെഡിക്കൽ ഉപകരണങ്ങളില്ല, മരുന്നില്ല. അങ്ങനെ നിരന്തരം ഒരു കുത്തഴിഞ്ഞ അവസ്ഥയിലേക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും സങ്കടകരം, ഏറ്റവും അധികം ഇത് ബാധിക്കുന്നത് സാധാരണക്കാരനെയാണ്. അവരുടെ ഏറ്റവും ആശ്രയമായ ഒരു ആശുപത്രിയാണ്. എന്നിട്ട് പോലും സർക്കാരോ ആശുപത്രി അധികൃതരോ ഇതിൽ വേണ്ട ഇടപെടൽ നടത്തുന്നില്ല എന്നതാണ് ഏറ്റവും വസ്തുത. എന്തായാലും വരും ദിവസങ്ങളിൽ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ വിഷയം ഏറ്റെടുത്ത് വലിയ ഈ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിക്കാനുള്ള, പ്രക്ഷോഭ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് നടക്കുന്നത്. എന്തായാലും ആശുപത്രി അധികൃതരുടെ കണ്ണ് തങ്ങൾക്ക് മേൽ തുറക്കണം എന്നൊരു അപേക്ഷയാണ് ആശുപത്രിയിലെ രോഗികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. തീർച്ചയായും കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനമാണ് ICUവിലേക്ക് കടക്കുന്ന തരത്തിലേക്ക് മാറുന്നത്. അവിടെ സാധാരണക്കാർക്കുള്ള മരുന്ന് വിതരണം 6 ദിവസമായി മരുന്ന് വിതരണം നിർത്തിവച്ചിരിക്കുന്നു. സർജിക്കൽ ഉപകരണങ്ങളും ലഭിക്കാനില്ല. സാധാരണക്കാർ ഇരട്ടി വില നൽകി പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ട സാഹചര്യമാണ്. എന്നിട്ടും ആരോഗ്യവകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ല. 90 കോടി രൂപയാണ് മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശിക നൽകാനുള്ളത്. അതുകൊണ്ടാണ് അവിടെ മരുന്ന് ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.